ഓർത്തു നോക്കുമോ, നീ ഓർത്തു നോക്കുമോ, നിനക്കോർക്കാതിരിക്കുവാൻ കഴിയുമോ? നീ കരഞ്ഞ രാത്രിയിൽ ഇറങ്ങി വന്നതും രട്ടഴിച്ചു സന്തോഷമൊടുപ്പിച്ചതും നൃത്തമാക്കി മാറ്റിയ വിലാപങ്ങളും നിനക്കോർക്കാതിരിക്കുവാൻ കഴിയുമോ? എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് നിത്യതയിലേക്കുള്ള യാത്രയാണ്. ഇടുക്കവും ഞെരുക്കവുമുള്ള വഴി. ഇത് ജീവങ്കലേക്കുള്ള വഴി. ഈ വഴിയിൽ ഇടുങ്ങിയും ഞെരുങ്ങിയും പോകേണ്ട ഒരു സാഹചര്യം വരുമ്പോഴും നിങ്ങളാരും നിരാശപ്പെടരുത്, തളരരുത്, പതറരുത്, പിന്മാറരുത്. വന്ന വഴികളിലേക്ക് ഇന്നയോളം ദൈവം നടത്തിയ ദൈവത്തിൻ്റെ വഴികളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇന്ന് പകൽ നമുക്ക് ദൈവത്തെ ഒത്തിരി സ്തുതിക്കുവാനുണ്ട്. ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് നമ്മെ നടത്തിയത്, ഇന്ന് പകലിലും നമ്മെ നടത്തുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുൻപ് 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു ക്രൂശിൽ കഷ്ടം അനുഭവിക്കുമ്പോൾ നമ്മെ ഓരോരുത്തരെയും ഓർത്തപ്പോൾ നാം ഇങ്ങനെ സന്തോഷിക്കുന്നത് മുന്നമേ കണ്ടപ്പോൾ അന്ന് യേശുവിന് ആ കഷ്ടം സഹിപ്പാനൊരു ബലം കിട്ടിയെന്ന് എന്തൊരു ദീർഘവീക്ഷണമാണല്ലേ. ആ ഗതസമനയിലേക്ക് പോകുന്ന വഴിയിൽ അവൻ നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു, പിതാവേ, അവരെ കാത്തുകൊള്ളണമേ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വിചാരമുണ്ട്. ഇന്നലെ നിങ്ങൾ കണ്ട മനുഷ്യൻ ഇന്ന് നിങ്ങളെക്കുറിച്ച് വിചാരപ്പെടുന്നത് പോലെയുള്ള വിചാരമല്ലാതെ 2000 വർഷങ്ങൾക്ക് മുൻപ് ആ ക്രൂശിൽ കിടന്ന് നിലവിളിച്ചത് മുഴുവനും നിനക്ക് വേണ്ടിയാണ്. നിനക്ക് വേണ്ടിയാണ് അവൻ വന്നത്, നിനക്ക് വേണ്ടിയാണ് അവൻ ജീവിച്ചത്, നിനക്ക് വേണ്ടിയാണ് അവൻ ക്രൂശിൽ പിടഞ്ഞത്. എൻ മനമേ, നീ യഹോവയെ വാഴ്ത്തുക. ഇന്ന് ഞെരുക്കത്തിലൂടെ ഇടുക്കത്തിലൂടെയൊക്കെ കടന്നു പോവുകയാണെങ്കിലും പുറകിലേക്ക് തിരിഞ്ഞു നോക്കി എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ, നീ യഹോവയെ വാഴ്ത്തുക. അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. പാപം മോചിക്കുവാൻ അവന് മാത്രമേ കഴിയുകയുള്ളൂ. അവനത് ചെയ്തു. പാപം ചുമന്നു. നമ്മുടെ മരണമാണ് നീക്കിയത്, ന്യായവിധിയാണ് നീക്കിയത്. അല്പം കഷ്ടം ഇന്ന് നിനക്കുണ്ടെങ്കിലും മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷത്തെ ഓർക്കണം. മരണം മാറ്റി നിത്യജീവൻ നിനക്കൊരുക്കി തന്ന സ്നേഹത്തെ, നിന്നിൽ വെളിപ്പെടാനുള്ള തേജസ്സിനെ ഓർക്കണം. ഇന്നത്തെ കഷ്ടത അല്പകാലത്തേക്കാണ്. ദൈവം നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. നിനക്ക് വേണ്ടി ഒരു ഭാവന ഒരുക്കിയിട്ടുണ്ട്. കണ്ണുനീരില്ലാത്ത, മുറവിളിയില്ലാത്ത, ദുഃഖമില്ലാത്ത, മരണത്തിൻ്റെ വാഴ്ചയില്ലാത്ത ഒരു വീട്. നിത്യ യുഗായുഗങ്ങൾ നിന്റെ പ്രിയനോട് കൂടെയുള്ള വാസം. അത് ദൈവത്തിൻ്റെ കരുതലാണ്. ഇന്നത്തെ കഷ്ടതയിൽ നീ ആ സന്തോഷം ഓർത്ത് എഴുന്നേറ്റ് പ്രകാശിക്കണം. തളർന്ന് കിടക്കരുത്. ഈ വേദനകളൊക്കെ മാറും, ഈ അവസ്ഥകളൊക്കെ മാറും. യഹോവ നമുക്ക് വേണ്ടി സമാപ്തി വരുത്തും.
വിശ്വാസത്തോടെ വചനത്തെ ഏറ്റെടുക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.